ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏതൻസ് മെരിയ ഹോം ഗാർഡനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെസ്സി ജെയിംസ്. സ്ഥലം അങ്കമാലിക്കടുത്താണ്. DTDC വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ചെടികൾ അയച്ചു കൊടുക്കുന്നതാണ്. ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത്. ഈ നമ്പറിലേക്കാണ് ഗൂഗിൾ പേ ചെയ്യേണ്ടത്. ഇന്നിടുന്ന വീഡിയോയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്നിടുന്ന വീഡിയോ പൈസകൾ കൊടുത്തു വാങ്ങാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന 15 പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഏറ്റവും പൈസ ഇല്ലാത്തവർ വേണം അത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനായിട്ട്. അവരെ ഉദ്ദേശിച്ചാണ്. അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം നട്ടുപിടിപ്പിച്ച് ഒരു വരുമാനം എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഒരു ചെടിയോട് ഇഷ്ടമുണ്ടാകും, പക്ഷേ വാങ്ങാനുള്ള സാമ്പത്തികമില്ലാത്തത് കൊണ്ട് അവർക്ക് വാങ്ങാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. മറ്റുള്ളവർ ക്ഷമിക്കണം. അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നവർ വാങ്ങിക്കോ, അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കൊരിയർ ചാർജ് എനിക്ക് അയച്ചു തരണം. പാക്കിംഗ് ഇതൊന്നും എനിക്ക് തരണ്ട. അപ്പോൾ നമുക്ക് എന്നാൽ ചെടികൾ ഓരോന്നായിട്ട് പരിചയപ്പെട്ടാലോ. 15 പ്ലാന്റാണ് നമുക്ക് ഒരാൾക്ക് കൊടുക്കുന്നത്. 30 പ്ലാന്റ് ഈ വീഡിയോയിൽ നമ്മൾ ഇടുന്നതാണ്. ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. നല്ല റെഡ്. ഇതിപ്പോൾ ഒരു അത്ര ഭംഗി വന്നിട്ടില്ല, പക്ഷേ ഇച്ചിരി കൂടിയൊക്കെ വെയിൽ കൊണ്ട് വരുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് ബോർഡർ ഗ്രാസ് പോലെ നമുക്ക് ബോർഡറായിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നതും അതേപോലെ ബോളായിട്ട് കട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്നതുമായ ഒരു ചെടിയാണ്. ഇതാണ് ആദ്യത്തെ പ്ലാന്റ്. ഇതാണ്. ഇത്രയും ഉണ്ടാകില്ല കേട്ടോ, ചിലപ്പോൾ 2 തൈ 3 തൈ, എന്നാലും ഇത് പിടിച്ച് നല്ല ഭംഗിയായിട്ട് വന്നോളും. രണ്ടാമത്തെ പ്ലാന്റ് ഈ പ്ലാന്റാണ്. ഇത് നല്ല വെയിൽ കൊള്ളുമ്പോൾ ഇതിൻ്റെ ഇലയുടെ ലീഫിന് നല്ല കളർ കയറി വരുന്ന ഒരു പ്ലാന്റാണ്. ഇത് റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ. അത്യാവശ്യം ഇത് റൂട്ടഡ് പ്ലാന്റ് ആണ്. ആദ്യം റൂട്ടഡ് പ്ലാന്റ് കൊടുക്കും, അത് കഴിഞ്ഞിട്ടാണ് കട്ടിങ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് റൂട്ടഡ് പ്ലാന്റ് ആണ്. ഇത് ഓരോന്ന് കൊടുക്കുന്നതാണ്. ഇതാണ് പ്ലാന്റ്. മൂന്നാമത്തെ പ്ലാന്റ് സാൻസ്വേരിയ പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റുകളുടെ സൈസ്. ഇത് അധികം ഇല്ല കേട്ടോ, കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ ആദ്യം വാങ്ങുന്നവർക്ക് ഇത് കിട്ടുകയുള്ളൂ കേട്ടോ. നാലാമത്തെ പ്ലാന്റ് ഈ പ്ലാന്റാണ്. കല്ലേഡിയം പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇത്രയും ഉണ്ടാകില്ല കേട്ടോ എല്ലാ പ്ലാന്റുകളും. ഒരു തണ്ട് റൂട്ടഡ് പ്ലാന്റാണ്. എന്തായാലും ഇതൊക്കെ പിടിച്ചോളും, പെട്ടെന്ന് പിടിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 തണ്ട് ഒക്കെ ഉണ്ടാവുകയുള്ളൂ. റൂട്ടഡ് പ്ലാന്റാണ് ഇത്. ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആയിരിക്കും തരുന്നത്. ഇത് സാൻസ്വേരിയ പ്ലാന്റാണ്. ഇതിൻ്റെ കട്ടിങ്സ് ആയിരിക്കും തരുന്നത്. ഈ പ്ലാന്റിൻ്റെ കട്ടിങ്സ് ആയിരിക്കും തരുന്നത്. മോൺസ്ട്ര പ്ലാന്റിൻ്റെ റൂട്ടഡ് പ്ലാന്റുമുണ്ട്, കട്ടിങ്സുമുണ്ട് കേട്ടോ. ഇത് റൂട്ടഡ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഓരോ തൈയായിരിക്കും തരുന്നത്. നല്ല വലിപ്പമുള്ള തൈയാണ് കേട്ടോ. ഇത് നല്ല വലിപ്പമുള്ള സാധാരണ അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഇത് പൊന്നാങ്കണ്ണിച്ചീരിയാണ്. ഈ പൊന്നാങ്കണ്ണിച്ചീരി ഇതൊരു മഞ്ഞ പൂവുണ്ടാകുന്ന പ്ലാന്റ് ആണ്. ഫ്ലവറായി വരുന്നേ ഉള്ളൂ. ഇത് കട്ടിങ്സും ഉണ്ടാകും, റൂട്ടഡും പ്ലാന്റിൻ്റെ തണ്ടും ഉണ്ടാകും കേട്ടോ. ഇതിൻ്റെ കട്ടിങ്സ് ആയിരിക്കും കേട്ടോ തരുന്നത്. ഇതാണ് ഇല, അതിൻ്റെ ലീഫാണ് ഭംഗി കാണാനായിട്ട്. ഇതാണ് ഇതിൻ്റെ കട്ടിങ്സ് ആയിരിക്കും തരുന്നത്. ഈ പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇത് നല്ല ഒരു മീഡിയം വെയിലേ പാടുള്ളൂ. ഇത് കൂടുതൽ വെയിലൊക്കെ ആയിട്ടാണ് ഈ കളറ്, അല്ലെങ്കിൽ നല്ല വേരിയേറ്റഡ് ലീഫായിരിക്കും ഇതിൻ്റേത്. ഈ ഫ്ലവറിൻ്റെ തൈ റൂട്ടഡ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ. ഇതാണ് അടുത്ത പോത്തൂസ്. ഇതിൻ്റെ കട്ടിങ്സ് ആയിരിക്കും തരുന്നത്. ഇത് ഒരു തരം ഓർക്കിഡാണ്. ഇതിന് നല്ല വലിപ്പമുള്ള കൊലയോടുകൂടിയ പൂവാണ്, വൈറ്റ് പൂവാണ്. 2 മാസത്തോളം ഈ ഫ്ലവർ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ തൈ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അയച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ മണിക്കൊന്നയുടെ പ്ലാന്റ് ആണ്. ഇതിൽ ഫ്ലവർ ആയിട്ടില്ല കേട്ടോ. ഫ്ലവർ
ഡിസംബറൊക്കെ ആകുമ്പോഴേക്ക് ആവുകയുള്ളൂ. ഇതിൻ്റെ തണ്ടാണ് തരുന്നത് കേട്ടോ. അപ്പോൾ നട്ടുപിടിപ്പിച്ച് ഡിസംബർ ആകുമ്പോഴേക്കും ഫ്ലവർ ആയിക്കോളൂ കേട്ടോ. അടുത്ത പ്ലാന്റ് ഈ കാണുന്ന പ്ലാന്റാണ്. കലേഡിയം പ്ലാന്റ് തന്നെയാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നമ്മൾ സ്റ്റിക്കറിൽ കയറ്റിയിട്ടാൽ നല്ല ഭംഗിയോടുകൂടി നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റ്. അടുത്ത പ്ലാന്റ് വാട്ടർ പ്ലാന്റ് ആണ്. ഇത് റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് അഗ്ലോണിമ പ്ലാന്റ് ആണ്. അടുത്തതായിട്ട് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ കളർ വരുന്ന ഒരു കലേഡിയമാണ് ഈ കലേഡിയം. ഇതാണ് അടുത്ത പ്ലാന്റ്. ഇതാണ് അടുത്ത പ്ലാന്റ്. ഇതിൻ്റെ കട്ടിങ്സാണ് തരുന്നത്. പിടിപ്പിച്ച് നോക്കണം. ഞാനിത് കട്ടിങ്സ് പിടിപ്പിച്ചിട്ടില്ല. അതിൻ്റെ വിത്തുകൾ അത് പെട്ടെന്ന് അങ്ങോട്ട് പിടിക്കുന്ന കൂട്ടത്തിലല്ല എന്ന് തോന്നുന്നു. എനിക്ക് 1-2 പ്ലാന്റേ പിടിച്ച് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ കട്ടിങ്സാണ് കേട്ടോ തരുന്നത്. നമ്മുടെ മാർബിൾ പോത്തോസാണ്. ഇതും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ കട്ടിങ്സാണ് തരുന്നത്. അടുത്ത പ്ലാന്റ് റെഡ് അഗ്ലോണിമയാണ്. ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ഇത് തന്നെയാണ് പ്ലാന്റുകൾ. ഇതിൻ്റെ ഒരു തൈയാണ് തരുന്നത്. ഇത് കലാത്തിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ 1-2 തൈകൾ വെച്ച് തരുന്നതാണ്. ഇത് അടുത്ത കലാത്തിയ പ്ലാന്റ് ആണ്. നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്ലാന്റ് ആണ് തരുന്നത്. ഇതിൻ്റെ കട്ടിങ്സ് ആണ് കേട്ടോ തരുന്നത്. അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. ബൈ.